ഹായ് എവറി വൺ, ഡോക്ടേഴ്സ് ഡയറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ഗായത്രി, അസോസിയേറ്റ് കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റ് ആസ്റ്റർ മെഡിസിറ്റി കൊച്ചി. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ വിപിൻ വി പി, സീനിയർ കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റ് അറ്റ് ആസ്റ്റർ മെഡിസിറ്റി കൊച്ചി. ഹലോ സർ. പേഷ്യൻസ് പലപ്പോഴും നമ്മളോട് ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ്, ഈ ഡയബറ്റീസിൻ്റെ മരുന്നൊക്കെ കഴിച്ച് എൻ്റെ ലിവർ ചീത്താവുമോ, കിഡ്നി ചീത്താവുമോ, അതുപോലെ എനിക്ക് ഇൻസുലിൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ബോഡിയിൽ ഇൻസുലിൻ ഉണ്ടാവും, ഞാൻ ഇൻസുലിൻ അഡിക്റ്റഡ് ആയി പോകുമോ, അങ്ങനെയുള്ള ആശങ്കകളെ പറ്റി നമുക്ക് എന്താണ് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. എക്സാമ്പിളിനൊരു കണക്കുകൾ പല പേഷ്യൻസും പറഞ്ഞത് പറയാം. എനിക്ക് 2013 ആദ്യം ഷുഗർ കണ്ടു തുടങ്ങി. പക്ഷേ ഈ മരുന്ന് തുടങ്ങാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിഡ്നി ഡാമേജ് വരും, ലിവർ ഡാമേജ് വരും എന്ന് പേടിച്ചിട്ട് ഞാൻ ഡയറ്റും എക്സസൈസും മാത്രം ചെയ്തുകൊണ്ട് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കി തുടങ്ങി. പക്ഷേ ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടും എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഞാൻ ഷുഗറിൻ്റെ മെഡിസിൻ കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് പറയുമ്പോൾ പലർക്കും ഉള്ള പേടി കൊണ്ടാണ് അവർ മരുന്ന് തുടങ്ങാത്തത്. ഇത് മിഥ്യാധാരണയാണ് സത്യം പറഞ്ഞെങ്കിൽ. കാരണം ഡയബറ്റീസ് കൊണ്ട് തന്നെ, അൺകൺട്രോൾഡ് ഡയബറ്റീസ് കൊണ്ട് തന്നെയാണ് കിഡ്നി ഡാമേജും ലിവർ ഡാമേജും സാധാരണഗതിയിൽ വരുന്നത്. അപ്പം അത് മരുന്ന് കഴിക്കുന്നത് കൊണ്ടല്ല. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഡയബറ്റീസിൻ്റെ മെഡിസിൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ SGLT2 ഇൻഹിബിറ്റർ, GLP-1 റിസപ്റ്റർ ആഗണിസ്റ്റ്, ഇങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ ശരിക്കും കിഡ്നീനെയും ലിവറിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെഡിസിൻസാണ്. ഷുഗർ കൺട്രോളിൻ്റെ പുറമെയാണ് ഈ പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. അപ്പോൾ ഡയബറ്റീസുള്ള പല പേഷ്യൻസിനും നമ്മൾ ഏർലി ഫേസസ് ഓഫ് ലിവർ ഡിസീസോ കിഡ്നി ഡിസീസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയുക വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുക, അതുപോലെ ഇതുപോലുള്ള മെഡിക്കേഷൻസ് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ് പറയാറ്. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ടല്ല കിഡ്നി ഡാമേജോ അല്ലെങ്കിൽ ലിവർ ഡാമേജോ വരുന്നത്, പക്ഷേ അൺകൺട്രോൾഡ് ഷുഗേഴ്സ് ഉള്ളത് കൊണ്ടാണ് വരുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഡയബറ്റീസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ചെയ്യേണ്ട ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡയബറ്റീസ് ഉണ്ടെന്നുള്ള ആക്സെപ്റ്റ് ചെയ്യുക. രണ്ടാമത് പ്രോപ്പറായിട്ട് ഡോക്ടറെ പോയി കാണിക്കുക. നമ്മൾ ഡയബറ്റീസിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, എന്തുകൊണ്ട് ഡയബറ്റീസ് വന്നു എന്നുള്ളതൊക്കെ ഒന്ന് സ്ക്രീൻ ചെയ്യുക. അതിനുശേഷം നമ്മളുടെ HbA1cയുടെയും ബ്ലഡ് ഷുഗർ വാല്യൂസിൻ്റെയും അളവുകൾ അനുസരിച്ചിട്ട് മരുന്നുകൾ തുടങ്ങുക. ചില പേഷ്യൻസ് ചിലപ്പോൾ മരുന്നുകൾ ഉടനെ തുടങ്ങേണ്ട ആവശ്യം വരില്ല. ഒരു 3 മാസം വരെ നമുക്ക് ഡയറ്റും എക്സസൈസും വെച്ച് നോക്കാൻ പറ്റും. ചിലപ്പോൾ അതിൽ കൺട്രോൾ ആവുമായിരിക്കും. അല്ലാത്ത പേഷ്യൻസിന് സാധാരണഗതിയിൽ മരുന്ന് തുടങ്ങേണ്ട ആവശ്യമുണ്ട്. മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാലാണ് ശരിക്കും പറഞ്ഞാൽ ഏർലി കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലെഗസി എഫക്റ്റ് പോലെ ആ കൺട്രോൾ നമുക്ക് കാലാകാലങ്ങളായി കിട്ടുകയും കിഡ്നിയും ലിവറും ഡാമേജ് ഒന്നും ഇല്ലാതെ പോകാൻ പറ്റുകയും ചെയ്യും. പക്ഷേ വേറൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. കിഡ്നി ഡിസീസും ലിവർ ഡിസീസും വന്ന പേഷ്യൻസിന് ചില മെഡിസിൻസ് നമ്മൾ കുറയ്ക്കാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെഡിസിൻസ് മെറ്റബോളൈസ് ചെയ്യുന്ന ലിവർ വഴിയും എക്സ്ക്രീറ്റ് ചെയ്യുന്ന വഴി കിഡ്നി വഴിയായിരിക്കും. അപ്പം അതിന് രണ്ടും ഡാമേജ് വന്ന പേഷ്യൻസിന് നമ്മളുടെ EGF അല്ലെങ്കിൽ ക്രിയാറ്റിൻ്റെ വാല്യൂ അനുസരിച്ചും ലിവർ ഫംഗ്ഷൻ്റെ വാല്യൂ അനുസരിച്ചൊക്കെ നമ്മൾ മരുന്നുകൾ മോഡിഫൈ ചെയ്യാറുണ്ട്. പിന്നെ രണ്ടാമത്തെ പാർട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇൻസുലിൻ്റെ കാര്യമാണ്. ഇൻസുലിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അഡിക്റ്റഡ് ആവുമോ അല്ലെങ്കിൽ അതിന് ഡിപ്പെൻഡൻ്റ് ആവുമോ എന്നൊക്കെയുള്ള. പലപ്പോഴും ഇൻസുലിൻ തുടങ്ങുന്നത് ചിലപ്പം ഒരു ടെമ്പററി ആയിട്ടായിരിക്കും, എപ്പോഴും ലൈഫ് ലോങ് ആയിട്ടായിരിക്കില്ല. ലൈക്ക് ഒരു ഇൻഫെക്ഷൻ വന്നാൽ അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ഒരു അൺകൺട്രോൾഡ് ഷുഗേഴ്സ് ടൈപ്പ് 2 ഡയബറ്റീസ് മെഡിസിൻ ഉണ്ടായി, ഒരു സർജറിയുടെ തൊട്ട് മുമ്പേ, ഇങ്ങനെയുള്ള സമയത്തൊക്കെ തുടങ്ങുന്ന ഇൻസുലിൻ പലപ്പോഴും നമുക്ക് നിർത്താൻ പറ്റാറുണ്ട്. പക്ഷേ ചില പേഷ്യൻസിന് വളരെ അഡ്വാൻസ് ഡയബറ്റീസ് ആണ്, ബോഡിയിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ തീരെയില്ല, അവർക്ക് ലൈഫ് ലോങ് ചിലപ്പോൾ ഇൻസുലിൻ വേണ്ടി വരും. പാൻക്രിയാറ്റിക് ഡയബറ്റീസ്, ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ടൈപ്പ് 1 ഡയബറ്റീസ്, ഇവർക്കൊക്കെ ഇൻസുലിൻ ലൈഫ് ലോങ് വേണ്ടി വരും. അപ്പോൾ ഇൻസുലിൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് വേണം എന്ന് പറയുന്നതും തെറ്റായ ഒരു ധാരണയാണ്. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ ഡയബറ്റീസിനെ പറ്റി കുറേ സംസാരിച്ചല്ലോ. അപ്പോൾ ഡയബറ്റീസിനെ പറ്റി എല്ലാവരുടെയും ഒരു ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയബറ്റീസ് കാരണം എന്തൊക്കെ അസോസിയേറ്റ് ആയിട്ട് അസുഖങ്ങൾ വരാം, അല്ലെങ്കിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് നമുക്ക് വരാം, നമ്മൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, അതെങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നത്. വളരെ കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. പലരും നമ്മുടെ പേഷ്യൻസ് നമ്മൾ അടുത്ത് വരുമ്പോഴേക്കും അവർക്ക് പല കോംപ്ലിക്കേഷൻസ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാകും. അപ്പോൾ അതിനെപ്പറ്റി ഡോക്ടർ ഗായത്രി കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? അതെ, ഡയബറ്റീസ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തെ വേണമെങ്കിലും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ പറയുകയാണെങ്കിൽ കോംപ്ലിക്കേഷൻസ് നമ്മൾ മെയിനായിട്ടും ഹൃദ്രോഗം വരാം, അതുപോലെ വൃക്കയെ ബാധിക്കാം, നമുക്ക് സ്ട്രോക്ക് വരാം, പക്ഷാഘാതം വരാം, കാലുകളിലേക്കോ കൈകളിലേക്കോ ഉള്ള രക്തയോട്ടം കുറഞ്ഞ് അങ്ങനെ ആംപ്യൂട്ടേഷൻ വരെ എത്തുന്ന സ്ഥിതിയിലേക്ക് പോകാം. കൂടാതെ നമ്മുടെ ഞരമ്പുകളെ ബാധിക്കാം, കാഴ്ചയെ ബാധിക്കാം. ഇങ്ങനെ പല പല കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഡയബറ്റീസിന്. കൂടുതലും അത് ഷുഗർ കൺട്രോളിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതായത് നീണ്ട കാലം ഷുഗർ കൺട്രോൾഡ് അല്ലാതിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ന്യൂറോപ്പതി, റെറ്റിനോപ്പതി, നെഫ്രോപ്പതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാനും, അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക് പൊതുവെ അത് അവർക്ക് ഹാർട്ട് ഡിസീസ് വരാനും സ്ട്രോക്ക് വരാനും ഒക്കെ റിസ്ക് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ചെയ്യേണ്ടതെന്ന് പറയുന്നത് മെയിൻലി ഡയബറ്റീസ് കൺട്രോൾ തന്നെയാണ്. ഡയബറ്റീസ് പരമാവധി കൺട്രോളിലാക്കി വെക്കാൻ ശ്രമിക്കുന്നതിന് പുറമെ
ആഡഡ് റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള BP കൺട്രോളിൽ വയ്ക്കുക, കൊളസ്ട്രോൾ കൺട്രോളിൽ വയ്ക്കുക, അതിനെല്ലാം ഉള്ള ചികിത്സകളും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും എല്ലാം ചെയ്യേണ്ടതാണ്. എന്ന് മാത്രമല്ല, ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസിന് വേണ്ടി നമ്മൾ റെഗുലർലി പേഷ്യൻസിനെ സ്ക്രീൻ ചെയ്യും. കാരണം പലപ്പോഴും നമ്മളിത് വന്നു കഴിഞ്ഞിട്ടായിരിക്കും അറിയുന്നത്. എസ്പെഷ്യലി നെഫ്രോപ്പതി, റെറ്റിനോപ്പതി പോലുള്ള കാര്യങ്ങൾക്ക് കാര്യമായൊരു ലക്ഷണങ്ങൾ ഉണ്ടായിക്കോണമെന്നില്ല. അപ്പോൾ റെഗുലർ ബേസിസിൽ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ഫോളോ അപ്പിന് പോകുമ്പോഴത്തേക്കും ടെസ്റ്റുകൾ വഴിയും എക്സാമിനേഷൻസ് വഴിയുമൊക്കെ ഈ കോംപ്ലിക്കേഷൻസിന് വേണ്ടി ബ്ലഡ്, യൂറിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ക്രീൻ ചെയ്യും. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ പാദരക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡയബറ്റീസിൽ. കാരണം പലപ്പോഴും ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് പൊറുക്കാത്ത അൾസേഴ്സ് വന്നിട്ട് അങ്ങനെ അവരുടെ കാല ആംപ്യൂട്ടേഷൻ ചെയ്യുന്ന ഒരവസ്ഥയിലേക്കും അവരുടെ ലൈഫ് സ്റ്റൈലിനെയും ക്വാളിറ്റി ഓഫ് ലൈഫിനെയൊക്കെ വളരെയധികം ബാധിക്കുന്ന അവസ്ഥയിലേക്ക് പോകാം. ഇതൊക്കെ നമുക്കൊരു നേരത്തെ ഉള്ള സ്ക്രീനിങ് വെച്ചിട്ടും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ തന്നെ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഡയബറ്റീസ് ചികിത്സിക്കുന്നത്. ഒന്ന് രണ്ട് ഫാക്ടേഴ്സ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, പല പേഷ്യൻസ് വന്ന് പറയാറുണ്ട്, ഞാൻ മൂത്രമൊഴിക്കുമ്പോൾ ഭയങ്കര പത കൂടുതലാണ്, അതെ, അപ്പം അത് കാരണം എനിക്ക് കിഡ്നി ഡിസീസ് ഉണ്ടോ? അപ്പോൾ അത് സാധാരണ ഈ മൂത്രത്തിൽ പത വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്, അത് കോംപ്ലിക്കേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത്. അതെ, മൂത്രത്തിൽ പത വരുന്നു എന്ന് പേഷ്യൻറ്റ് പറയുമ്പോൾ നമ്മളുടെ ഏറ്റവും വലിയ കൺസേൺ മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം ഹെൽത്തി ആയിട്ടൊരു കിഡ്നിയിൽ കൂടെ പ്രോട്ടീൻ നഷ്ടപ്പെടാറില്ല യൂറിനിലേക്ക്. അപ്പം അങ്ങനെ മൂത്രത്തിൽ പത വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ യൂറിൻ ആൽബുമിൻ ചെക്ക് ചെയ്യുകയും അതിൽ ആൽബുമിൻ നിശ്ചിത അളവിൽ കൂടുതലാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു കിഡ്നി ഡാമേജിൻ്റെ ഏർലി സൈനായിട്ട് കണക്കാക്കി അതിനുള്ള ചികിത്സ തുടങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് ഒറ്റ പ്രാവശ്യം പ്രോട്ടീൻ യൂറിയ ഉണ്ടെന്ന് വെച്ച് മാത്രം നമ്മൾ അവർക്ക് കിഡ്നി ഡാമേജ് ഉണ്ടെന്ന് തീരുമാനിക്കില്ല. മറ്റു കാര്യങ്ങളും നോക്കും, റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്ത് നോക്കും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഷുഗർ കൺട്രോളും പിന്നെ BP കൺട്രോളും ഒക്കെയാണ് സ്ട്രെസ് ചെയ്യുക. സർ, അതുപോലെ നമ്മൾ പല ഏജ് ഗ്രൂപ്പിലുള്ള ഡയബറ്റീസിനെ പറ്റി പറഞ്ഞു. ഒരു സ്പെഷ്യൽ കാറ്റഗറി ആണല്ലോ പ്രഗ്നൻറ്റ് വിമൻ. ഈ ഗർഭാവസ്ഥയിലുണ്ടാകുന്ന ഡയബറ്റീസിനെ പറ്റി എന്തൊക്കെയാണ് സർ സ്പെഷ്യലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പം പ്രഗ്നൻസിയിൽ ഡയബറ്റീസിൻ്റെ പ്രിവലൻസ് നമ്മൾ നോക്കുകയാണ്, അതും കൂടി വരുവാണ്. അപ്പം നമ്മളിപ്പം IDFൻ്റെ കണക്കൊക്കെ എടുത്ത് നോക്കി, ഇൻ്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷൻ്റെ കണക്കൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 പ്രഗ്നൻസി ഹൈപ്പർഗ്ലൈസീമിയ കാരണം അഫക്റ്റഡ് ആണെന്നാണ് കാണിക്കുന്നത്. അത് ഇത്രയും 6 പ്രഗ്നൻസി നമ്മൾ കാണുന്ന പ്രഗ്നൻറ്റ് പേഷ്യൻസിൽ 6 ഈ അസുഖം വരുന്നുള്ളതാണ്. അപ്പം എന്താണ് ഇതിൻ്റെ പ്രിവലൻസ് കൂടാനുള്ള കാരണം എന്നുള്ളതാണ്. 2-3 കാരണങ്ങളാണ്. നമ്മൾ പറഞ്ഞ പോലെ ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള പോലെ തന്നെ പ്രഗ്നൻറ്റ് ലേഡീസിൻ്റെ ബോഡി വെയ്റ്റ് കൂടുന്നു എന്നുള്ളതാണ് ഒരു കാരണം. അത് ഒബീസിറ്റിയുടെ പ്രിവലൻസ് കൂടി വരുമ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് കൂടുന്നത് പോലെ തന്നെ പ്രഗ്നൻസി അസോസിയേറ്റഡ് ഡയബറ്റീസും കൂടി വരും. രണ്ടാമത്തെ കാര്യം അവരുടെ ഏജ് ഓഫ് പ്രഗ്നൻസി. ഇപ്പം പ്രഗ്നൻ്റ് ആവുന്ന ആൾക്കാരുടെ പ്രായപരിധി നമ്മൾ നോക്കുക, അല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നു. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ എല്ലാ പേഷ്യൻസിനും സ്ക്രീനിങ് മെത്തേഡ്സൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ സ്ക്രീൻ ചെയ്യാറുണ്ട്. ഗ്ലൂക്കോസ് കഴിച്ചിട്ടുള്ള വാല്യൂവും ഫാസ്റ്റിംഗ് വാല്യൂവും നമ്മൾ നോക്കാറുണ്ട്. അത് 3 ഒരു വാല്യൂവെങ്കിലും അബ്നോർമൽ ആണെങ്കിൽ നമ്മൾ ഡയബറ്റീസിൻ്റെ ഉണ്ടെന്ന് പറയും പ്രഗ്നൻസിയിൽ. സോ ഇതൊക്കെ കാരണം കൊണ്ടാണ് പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ പോളിസിസ്റ്റിക് ഓവറീസ് ഉള്ള ആൾക്കാർക്ക്, അതുപോലെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാർക്ക്, അതുപോലെ ഫാമിലി ഹിസ്റ്ററി വന്ന ആൾക്കാർക്കൊക്കെ ഡയബറ്റീസ് കൂടുതലായിട്ട് വരാൻ പ്രഗ്നൻസിയിൽ. അപ്പം പ്രഗ്നൻസിയിൽ സാധാരണ രീതിയിൽ ഇങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല സാധാരണഗതി. കാരണം നമുക്കൊരു 80% ഓഫ് ദ പേഷ്യൻസ് ഡയബറ്റീസിലെ പ്രഗ്നൻസിയിലുള്ള ആൾക്കാർക്കും നമ്മൾ വെറും ഡയറ്റ് കൺട്രോൾ കൊണ്ടും അവരുടെ ജീവിതശൈലിയിൽ വരുന്ന വ്യത്യാസങ്ങൾ വരുന്ന ലൈക്ക് എക്സസൈസ് കൊണ്ടൊക്കെ നമുക്ക് പ്രോപ്പർലി അത് കൺട്രോൾ ചെയ്ത് വെക്കാവുന്നതാണ്. മരുന്നുകൾ എടുക്കാതെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. പലപ്പോഴും ചിലപ്പോൾ ഒരു വാല്യൂ മാത്രമേ അബ്നോർമലായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വരാൻ പറ്റും. ചിലപ്പം ലാസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രഗ്നൻസി വരുമ്പോഴേക്കും ചിലപ്പം മരുന്നുകളോ ഗുളികളോ വേണ്ടി വരും. ഇപ്പം മെറ്റ്ഫോമിൻ പ്രഗ്നൻസിയിൽ സേഫായിട്ട് ഉപയോഗിക്കാവുന്നൊരു ഗുളികയാണ്. ഇൻസുലിനാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു മരുന്ന്. അപ്പം ഇൻസുലിനും മെറ്റ്ഫോമിൻ എടുക്കേണ്ട പേഷ്യൻസ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതെടുക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ പോലും നമ്മൾ അവരോട് പറയും ഷുഗർ മോണിറ്റർ ചെയ്യണം, പ്രീമീൽ ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 95 താഴെ വെക്കണം, 1 hour കഴിഞ്ഞിട്ട് ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗർ 140 താഴെ വെക്കണം എന്നുള്ളതാണ്. മെജോറിറ്റി പേഷ്യൻസും പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് കണ്ടുവരുന്ന കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ ഡെലിവറി ആയിട്ട് പോകാറുണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി കഴിയുമ്പോൾ നമ്മൾ അമ്മമാരെ മറന്നുപോകും. പിന്നെ കുഞ്ഞുങ്ങളിൽ നമ്മൾ ഫോക്കസ് ഉണ്ടാവുക. അപ്പോൾ ഈ പ്രഗ്നൻസിക്ക് വന്ന ഡയബറ്റീസ് 10 മുതൽ 30% ആൾക്കാർക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. അതായത് അവർക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് മെല്ലിസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഡെലിവറി കഴിഞ്ഞാലും ഒരു 6 ആഴ്ച കഴിയുമ്പോഴല്ലേ 3 മാസത്തിനിടയ്ക്ക് നമ്മളൊന്ന് ഷുഗർ നോക്കേണ്ടതാണ്, HbA1c നോക്കേണ്ടതാണ്. അതിന് ശേഷം ഒരു 1 year കഴിഞ്ഞാലും നമ്മൾ
ശരിക്കും പറഞ്ഞാൽ ഷുഗറും HbA1c നോക്കണം. അതിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഇയർലിയോ അല്ലെങ്കിൽ വൺസ് ഇൻ 3 years നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. പിന്നെ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിന്റ് നമ്മളെപ്പോഴും ഡിസ്കഷൻ ചെയ്യാറുള്ള പേഷ്യൻസുമായിട്ട്, പല പേഷ്യൻസ് സാർ എനിക്ക് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഉപയോഗിക്കാൻ പറ്റുമോ? രണ്ടാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിച്ചോട്ടെ, അല്ലെങ്കിൽ തേൻ ഉപയോഗിച്ചോട്ടെ, അല്ലെങ്കിൽ ഞാൻ ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? നമ്മൾ ഡയബറ്റീസ് കൺട്രോൾ ആവുമോ അതുകൊണ്ട്, അല്ലെങ്കിൽ ഡയബറ്റീസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ? എന്താണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു അഭിപ്രായം? അതെ അതെ, കൂടുതൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പല ടൈപ്പ് കെമിക്കൽസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ മധുരം കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസിനെ പറ്റി ഇപ്പോൾ പല പഠനങ്ങളും നടന്നിട്ടുണ്ട്. പല ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസും അതിനുവേണ്ടിയുള്ള റെക്കമെൻഡേഷൻസ് തരുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആയിട്ടുള്ള സൂക്രലോസ്, ആസ്പാർട്ടൈം ഇങ്ങനെയുള്ള കെമിക്കൽസ് നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ അത് സേഫ് ലിമിറ്റ്സ് ഉണ്ട്. അതായത് ഒരു നിശ്ചിത അളവിനപ്പുറത്തേക്ക് ഡെയിലി ബേസിസിൽ ഉപയോഗിക്കാൻ റെക്കമെൻഡഡ് അല്ല. തീർച്ചയായിട്ടും ചെറിയ അളവിൽ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഗുണമുണ്ട്. ഇൻ ദ സെൻസ് പഞ്ചസാര കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഷുഗർ റൈസ് ഇത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നില്ല. കാരണം ഇതിനകത്ത് കാലറീസ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസിനെ പറ്റി ചിലർക്കുള്ളൊരു ഭയം എന്ന് പറയുന്നത് വേറെ എന്തെങ്കിലും രോഗങ്ങൾക്ക് കാരണമാകുമോ എന്നുള്ളതാണ്. ചിലർക്ക് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് എടുക്കുമ്പോൾ കുറച്ച് വയറിൻ്റെ അസ്വസ്ഥത, ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകളൊക്കെ കാണാറുണ്ട്. അതിനപ്പുറത്തേക്ക് സീരിയസ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒന്നും ഈ പറഞ്ഞ സേഫ് ലിമിറ്റ്സിൽ എടുക്കുമ്പോൾ കാണാറില്ല. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഷുഗറിനെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് വെച്ച് നമ്മുടെ ഡയറ്റ് ഉടനെ ഹെൽത്തി ആവുന്നില്ല. അതൊരു ഓവറോൾ ആയിട്ടുള്ള ഹെൽത്തി ഡയറ്റ് ഇൻ ദ സെൻസ് നമ്മൾ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ കുറച്ചിട്ടുള്ള ഒരു ഫൈബറൊക്കെ കൂടുതലുള്ള പ്രോട്ടീനുള്ള ഡയറ്റ്, അങ്ങനെ അതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് റാദർ ദാൻ ഒരു സിംഗിൾ ഒരു കമ്പോണൻറ്റിനെ ഫോക്കസ് ചെയ്യുന്നതിനെക്കാട്ടിലും. പിന്നെ സാർ പറഞ്ഞ പോലെ ഈ വെളുത്തിരിക്കുന്നതെല്ലാം മോശമാണ് എന്നൊരു തെറ്റിദ്ധാരണയാണ്. വൈറ്റ് റൈസ്, വൈറ്റ് ഷുഗർ എല്ലാം അതിനെല്ലാം കളർ മാറുമ്പോഴത്തേക്കും നന്നാവും, അങ്ങനെയുള്ള രീതിയിൽ പലരും ഹണി, ബ്രൗൺ ഷുഗർ, കൽക്കണ്ടം ഇതൊക്കെ നാച്ചുറൽ ഇസ് ഗുഡ് എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ അങ്ങനെ വെച്ചിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അത് ഷുഗറിനെ, ഡയബറ്റീസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഹണി ആണെങ്കിലും അല്ലെങ്കിൽ ശർക്കര ആണെങ്കിലും ഒക്കെ പഞ്ചസാര പോലെ തന്നെയാണ് ബോഡിയിൽ ചെല്ലുമ്പോൾ മെറ്റബോളൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് തേൻ കുടിക്കുന്നു, അല്ലെങ്കിൽ ശർക്കര ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നു, ഇതുകൊണ്ടൊന്നും നമുക്ക് ഈ ഉദ്ദേശിക്കുന്ന ബെനിഫിറ്റ് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നില്ല. അത് തീർത്തും ഒരു തെറ്റിദ്ധാരണയാണ്. ശരിയാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മെസ്സേജാണ്. കാരണം ഇതെല്ലാവരുടെയും ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാച്ചുറൽ സബ്സ്റ്റൻസസ് ഉപയോഗിക്കുമ്പോൾ അതിൽ ഷുഗറിനെ, റിഫൈൻഡ് ഷുഗറിനെ അപേക്ഷിച്ച് കാലറി കുറവാണ്, അതുകൊണ്ട് വളരെ ഹെൽത്തി ആണെന്നാണ് വളരെ ഒരു മിഥ്യാധാരണ. ഓക്കെ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഒരു മിഥ്യാധാരണയാണ് നമ്മൾ ഫ്രൂട്ട്സിനെ പറ്റിയിട്ട്. അപ്പം ഫ്രൂട്ട്സ് ഡയബറ്റീസിൽ ഞാൻ ഫ്രൂട്ട് ആണ് രാത്രി കഴിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ ഷുഗർ കൺട്രോൾ ഞാൻ വിചാരിച്ചത്, പക്ഷേ കൺട്രോൾ ആവുന്നില്ല. അപ്പം ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് നമുക്ക് ഡയബറ്റീസിൽ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ പേഷ്യൻസിനാണെങ്കിൽ ഫ്രൂട്ട്സ് എത്ര പ്രാവശ്യം ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റും, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ഫ്രൂട്ട്സിനെ പറ്റി പറയുമ്പോൾ ചിലരുടെ ധാരണ സാറ് പറഞ്ഞ പോലെ ഫ്രൂട്ട്സ് മാത്രം, ഫ്രൂട്ട് ഡയറ്റ് എടുത്തു കഴിഞ്ഞാലെല്ലാം കൺട്രോൾ ആകുമെന്നാണ്. മറ്റു ചിലർക്ക് ഫ്രൂട്ട്സ് മധുരമായതുകൊണ്ട് കഴിച്ചുകൂടാ എന്നൊരു ധാരണ. ആക്ച്വലി ഇത് രണ്ടുമല്ല. നമുക്ക് ഒരു ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ ഡെഫിനറ്റ്ലി കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, അതുകൊണ്ടാണല്ലോ അതിന് മധുരമുള്ളത്. പക്ഷേ നമ്മൾ ഫ്രൂട്ട് ഹോൾ ഫ്രൂട്ടായിട്ട് കഴിക്കുമ്പോൾ, അതായത് ജ്യൂസ് അടിക്കാതെ ഫ്രൂട്ടായിട്ട് കഴിക്കുമ്പോൾ അതിൽ ഫൈബറും എല്ലാം ഉള്ളത് കാരണം അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് പൊതുവേ കുറവാണ്. അപ്പോൾ നമുക്കൊരു 1 to 2 പോർഷൻസ് ഓഫ് സെർവിങ്സ് ഓഫ് ഫ്രൂട്ട് ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ നമ്മൾ ഫ്രൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഈ മധുരം കൂടിയ തരം ഫ്രൂട്ട്സ്, അതായത് ഷുഗർ കണ്ടൻറ്റ് കൂടിയ ഫ്രൂട്ട്സ് ആയിട്ടുള്ള മാങ്ങ, അല്ലെങ്കിൽ പഴുത്ത ചക്ക, ഈന്തപ്പഴം ഇങ്ങനെയുള്ളതിനാണ് കൂടുതലും ഈ ഷുഗർ കൂട്ടാനുള്ളൊരു പ്രവണത ഉള്ളത്. അതേസമയം ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള ആപ്പിൾ, പേരയ്ക്ക ഇങ്ങനെയുള്ളതൊക്കെ 1-2 എണ്ണം ഒരു ദിവസം കഴിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ആരോഗ്യത്തിന് ദോഷം ഉണ്ടാകുന്നതല്ല. പക്ഷേ ഇത് ഇപ്പം നമ്മൾ ജ്യൂസ് അടിച്ചു കുടിക്കുമ്പോൾ, പഞ്ചസാരയൊന്നും ആഡ് ചെയ്യാതെ പോലും ഇത് ജ്യൂസ് അടിച്ചു കുടിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്നുള്ള ഫൈബർ എല്ലാം കളഞ്ഞു കഴിയുമ്പോൾ അപ്പോൾ ഈ ജ്യൂസ് കുടിക്കുമ്പോഴത്തേക്കും ഷുഗർ കൂടാനുള്ള സാധ്യത വരുന്നുണ്ട്. സോ ഹോൾ ഫ്രൂട്ട് നമുക്ക് എന്തുകൊണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇറ്റ് ഷുഡ് ബി പാർട്ട് ഓഫ് എ ബാലൻസ്ഡ് ഡയറ്റ്. കറക്റ്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇസ് എ പാർട്ട് ഓഫ് ഹെൽത്തി ഡയറ്റ് ഫോർ ഡയബറ്റീസ്.
അത് 1 to 2 servings പെർ ഡേ നമ്മൾ ഉപയോഗിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പേഷ്യൻസിന് കൊടുക്കേണ്ട മെസ്സേജ്. പക്ഷേ ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സിലുള്ള കണ്ടൻറ്റ്, അതിൻ്റെ ഷുഗർ, ഗ്ലൈസിമിക് ഇൻഡെക്സ് പറഞ്ഞപ്പം എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. പക്ഷേ ആ ഷുഗർ ഉള്ള ആ ഫ്രൂട്ട് കഴിക്കുമ്പോൾ നമ്മളെ ബ്ലഡ് ഷുഗർ വാല്യൂ എത്രത്തോളം കൂടുന്നു എന്നതിൻ്റെ ഒരു മെഷർമെൻറ്റാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ്. അതും കൂടി കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ ഇത് നോക്കാൻ വേണ്ടിയിട്ട്. സർ, അതുപോലെ നമ്മൾ ഡയറ്റ് മാത്രമല്ല, എക്സസൈസും വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഡയബറ്റീസ്. നമ്മൾ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലുള്ളവർക്ക് ഡയബറ്റീസ് വരാനുള്ള റിസ്ക് കൂടുതലാണെന്നും പറഞ്ഞു. അപ്പോൾ എങ്ങനെയുള്ള എക്സസൈസാണ് സാർ നമ്മൾ ഡയബറ്റീസിന് അഡ്വൈസ് ചെയ്യുക? അതിന് എന്തെങ്കിലും പ്രത്യേക തരം അഡ്വൈസ് കൊടുക്കാനുണ്ടോ? നമ്മൾ എപ്പോഴും ഡയബറ്റീസുള്ള പേഷ്യൻ്റ് സാറേ നമുക്ക് എന്തൊക്കെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പറ്റുന്ന എല്ലാവരും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണത്. അപ്പോൾ നമ്മൾ ഡയറ്റിനെ പറ്റി പറഞ്ഞു കൊടുക്കും, ഇതുപോലെ തന്നെ കുറച്ച് എക്സസൈസിനെ പറ്റി പറഞ്ഞു കൊടുക്കും. എക്സസൈസിനെ പറ്റി പറഞ്ഞു കൊടുക്കും നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ ബേസിക്കലി കൺസിസ്റ്റൻസി ഇസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പം നമ്മൾ ഒരു ദിവസം നമ്മളൊരു 30 minutes പെർ ഡേ എങ്കിലും എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പേഷ്യൻസോട് പറയാറ്. അറ്റ്ലീസ്റ്റ് 150 minutes പെർ വീക്ക്. അപ്പോൾ ചിലർക്ക് പറയും ഭയങ്കര ബിസി ഷെഡ്യൂൾ കാരണം ചെയ്യാൻ പറ്റില്ല. ശരി, ഓക്കെ. എന്നാൽ പോലും ഒരാഴ്ച നമ്മളൊരു 150 minutes എങ്കിലും മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം അത് എന്തൊക്കെയാണ് സേഫ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രിസ്ക് വാക്കിംഗ് ചെയ്യാവുന്നതാണ്. ജോഗിങ് ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസ് ആണെങ്കിൽ ജോഗിങ് ചെയ്യാൻ പറ്റുന്നതാണ്. ട്രെഡ്മിൽ ഉപയോഗിച്ചാലും കുഴപ്പങ്ങളില്ല. പിന്നെ സ്വിമ്മിങ് വളരെ നല്ലൊരു എക്സസൈസാണ്. സൈക്ലിംഗ് പറ്റുവാണെങ്കിൽ അത് വളരെ നല്ലൊരു എക്സസൈസ്. ഇതൊക്കെ നമ്മൾ കാർഡിയക് എക്സസൈസ് അല്ലെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എയറോബിക് എക്സസൈസിൻ്റെ കാറ്റഗറിയിലായിട്ടാണ് പെടുത്തുന്നത്. പക്ഷേ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് മോർ ദാൻ 40 years കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസിൽ ലോസ് ഉണ്ടാവാനും കൂടെ സാധ്യതയുണ്ട്. അപ്പം ആഴ്ചയ്ക്ക് 2 ദിവസമെങ്കിലും അവർക്ക് സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ നമ്മൾ പറയും നമ്മൾ കുറച്ച് വെയിറ്റ് എടുത്തിട്ടുള്ള എക്സസൈസുകളോ, അത് ബോഡി വെയിറ്റ് ആവാം അല്ലെങ്കിൽ വെയിറ്റ് കൂടിയിട്ടുള്ള എക്സസൈസ് ആവാം, അത് ഉപയോഗിക്കണം നമ്മൾ പറയാറുണ്ട്. അറ്റ്ലീസ്റ്റ് 2 times എങ്കിലും ടു സ്ട്രെങ്തൻ യുവർ മസിൽസ്. കാരണം ഡയബറ്റീസുള്ള ആൾക്കാർക്ക് മസിൽ ലോസ് ഉണ്ടാവാനുള്ള കാര്യങ്ങൾ. അപ്പം ഇതാണ് നമ്മൾ യൂഷ്വലി പറയാറ്. 150 minutes ഓഫ് എക്സസൈസ് പെർ വീക്ക് ആൻഡ് 2 days പെർ വീക്ക് എങ്കിലും നമ്മൾ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യാറുണ്ട്. ചില പേഷ്യൻസിനോട് നമ്മൾ പറയും കെയർഫുൾ ആവണം. കാരണം ഡയബറ്റിക് ഫുട്ടുള്ള ആൾക്കാർക്ക്, ചാർക്കോട്ട് ഫുഡ്, അതുപോലെ ഡയബറ്റിസ് സെൻസേഷൻ കുറഞ്ഞ ആൾക്കാർക്ക്, ഇവരൊക്കെ നമ്മൾ സ്ട്രെനുവസ് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ പറയും അത് കെയർഫുള്ളായിട്ട് ചെയ്യണം. കാരണം സെൻസേഷൻ കുറവാണ്. ഇപ്പോൾ വീഴ്ചയ്ക്ക് സാധ്യത കൂടുതലാണ്. കാൽ അബ്ഡോമിനൽ പൊസിഷനിൽ വെക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ നമ്മൾ പറയും ഭയങ്കരമായിട്ട് ഡയബറ്റിസ് റെറ്റിനോപ്പതി ഉണ്ട്, പ്രൊലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി, അവരുടെ പേഷ്യൻസ് നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അതുപോലെ നമ്മളൊരു ചെക്കപ്പും ചെയ്യാത്തൊരു പേഷ്യൻ്റാണ്, ഒരു 40 years കഴിഞ്ഞ ഒരു ഡയബറ്റിക് പേഷ്യൻ്റാണ്, ലോങ് സ്റ്റാൻഡിങ് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളൊരു കാർഡിയാക് ഇവാലുവേഷൻ ചെയ്തിട്ട് വേണം നമ്മൾ എക്സസൈസ് തുടങ്ങാൻ വേണ്ടി. കാരണം നമ്മൾ എക്സസൈസ് കപ്പാസിറ്റി ചിലപ്പം നമ്മൾ ഉദ്ദേശിച്ച അത്രയും വില ഉണ്ടാവണമെന്നില്ല. ഇതൊക്കെയാണ് നമ്മൾ ഓൺ ആൻ ആവറേജ് നമ്മൾ ഡയബറ്റീസിനും ആൻഡ് എക്സസൈസും പറയാറുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയബറ്റീസ് വന്നു അല്ലെങ്കിൽ ഡയബറ്റീസ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു മോഡിഫിക്കേഷൻ വരണം എന്നുള്ളതിനെക്കാട്ടിലും നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയം തൊട്ട് തന്നെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക എന്നുള്ള, വീട്ടിലുള്ള എല്ലാവരും, അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എക്സസൈസിൻ്റെ കാര്യത്തിലാണെങ്കിലും. കറക്റ്റ്. ബിക്കോസ് നമ്മളിപ്പം ജീവിക്കുന്നത് തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ നടുക്കാണ് ബേസിക്കലി. കാരണം ഇൻഫെക്ഷൻസിൻ്റെ എണ്ണമൊക്കെ കുറഞ്ഞു തുടങ്ങി. അപ്പം ബാക്കി നമുക്ക് മെയിൻലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസീസാണ് ഡയബറ്റീസ്. അപ്പം ഡയബറ്റീസിനെതിരെ എല്ലാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസും അല്ലെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷനും അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷനും ഇന്ത്യൻ അസോസിയേഷൻസ് ആണെങ്കിലും എല്ലാം റെക്കമെൻഡ് ചെയ്യുന്ന ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ ഡിസീസ്. സോ യു മോഡിഫൈ യുവർ ലൈഫ് സ്റ്റൈൽ ആൻഡ് യു ക്യാൻ പ്രിവെൻറ്റ് ദ ഡയബറ്റീസ്.